ഹലോ ഫ്രണ്ട്സ്, മണി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. സ്പ്ലിറ്റ്സ് ആണെങ്കിലും ഒക്കെ ഇവിടെ കാണിക്കും. അതുപോലെ ഫിനാൻഷ്യൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് റവന്യൂ, പ്രോഫിറ്റ്, EPS, അങ്ങനത്തെ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, റേഷ്യോസ്, എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ് അതിനകത്ത്. അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ട്രെൻഡ്, എത്രയാണ് FIIs ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, എന്ത് ചേഞ്ചസ് വന്നു, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ്. അതുപോലെ പിയേഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺ, അങ്ങനത്തെ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ സൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതൊരു മാസീവ് സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കൂ. ഇത് ഒരു ഷെയർ ട്രേഡിനെ സംബന്ധിച്ച് ഈ ഒരു വെബ്സൈറ്റ് മാത്രം മതി നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ഷാർപ്പ് പോർട്ട്ഫോളിയോസ്, നമുക്ക് അവര് വലിയ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോ രാകേഷ് ജുൻജുൻവാല അല്ലെങ്കിൽ വിജയ് കേഡിയ അല്ലെങ്കിൽ ആശിഷ് കച്ചോളിയ തുടങ്ങിയ ബിഗ് പോർട്ട്ഫോളിയോസ്, അതുപോലെ വലിയ വലിയ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് എന്താണ്, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ ഫ്രീ ആണ്, പെയ്ഡ് അല്ല. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, FIIs, അപ്പൊ ഇവരുടെ ഹോൾഡിംഗ് എന്താണ്, ഇതെല്ലാം ഇങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഷുവറായിട്ടും ദേ ഷുഡ് വിസിറ്റ് ദിസ് വെബ്സൈറ്റ് ആൻഡ് സീ ദ ഇൻഫർമേഷൻ. അടുത്ത വെബ്സൈറ്റ് investing.com. ഇതൊരു ഇന്റർനാഷണൽ വെബ്സൈറ്റ് ആണ്. കുറെ അധികം ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ചാർട്ട്, ന്യൂസ് അനാലിസിസ്, ഇങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ക്യാഷ് ഫ്ലോ, കുറെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത വെബ്സൈറ്റ് investyaadanya.in. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ, investyaadanya.in. ഈ വെബ്സൈറ്റും ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ടാബുലാർ ഫോമിലാണ് പല ഇൻഫർമേഷൻസും ഇതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. കുറെ കണ്ടന്റ്സ് പെയ്ഡ് ആണ്, പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് കുറെ കണ്ടന്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട്, P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത്, ഇതിലത് നോക്കിയാൽ ഈ ഒരു ഇൻഫർമേഷൻ പല വെബ്സൈറ്റിലും കാണാൻ പറ്റില്ല. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 52% കഴിഞ്ഞൊരു കൊല്ലം. അതുപോലെ 3 ഇയേഴ്സിന്റെ റേറ്റ്, 5 ഇയേഴ്സിന്റെ റേറ്റ്, കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത്, കോമ്പൗണ്ടഡ് എക്സ്പെൻസ് ഗ്രോത്ത്, സ്റ്റോക്ക് പ്രൈസ് CAGR. കഴിഞ്ഞ ഒരു കൊല്ലം 219% റിട്ടേൺ കൊടുത്തു. കഴിഞ്ഞ 3 കൊല്ലത്തെ റിട്ടേൺ 92% ആണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ റിട്ടേൺ 50% ആണ്. അപ്പൊ ഇങ്ങനെ വളരെ അധികം ടാബുലാർ ഫോമിലാണ് ഇതിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് നല്ലൊരു വെബ്സൈറ്റ് ആണ് investyaadanya.in. അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ്, ഷെയർ ഹോൾഡേഴ്സ് മോർ ദാൻ 1%, ഏതൊക്കെ ഫണ്ട് ഹൗസാണ് ഇൻവെസ്റ്റഡ്, കോർപ്പറേറ്റ് ആക്ഷൻ, അതുപോലെ പ്രസന്റേഷൻ, ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ആൻഡ് ഏർണിംഗ്സ് കോൾസ്, ആനുവൽ റിപ്പോർട്ട്സ്, ഇതെല്ലാ ഇൻഫർമേഷൻസും ഒരൊറ്റ പേജിൽ കണ്ടമാനം ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവര് കുത്തി നിറച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിലുള്ള ടാബുലർ ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത വെബ്സൈറ്റ് trendline.com. ഈ വെബ്സൈറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. കീ മെട്രിക്സ്, അതുപോലെ നമുക്ക് SWOT അനാലിസിസ് അവൈലബിൾ ആണ്. കുറെ ഫീച്ചേഴ്സ് പെയ്ഡ് ആണ് ഇതിനകത്ത്, പക്ഷെ ബേസിക് ഇൻഫർമേഷൻ കുറെ ഇൻഫർമേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്തൊരു പ്രൈസ് ചാർട്ട് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഫോർകാസ്റ്റർ, ഇത് മിക്കവാറും പെയ്ഡ് ഓപ്ഷൻ ആയിരിക്കും. ഫോർകാസ്റ്റർ ഇസ് എ പ്രീമിയം ഫീച്ചർ, അത് പെയ്ഡ് ഫീച്ചർ ആണ്. അതുപോലെ ക്വാർട്ടർലി റിസൾട്ട്സ്, ആനുവൽ റിസൾട്ട്സ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, കുറെ ഇൻഫർമേഷൻസ് ഇവിടെ കിട്ടും. ടെക്നിക്കൽ അനാലിസിസ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ,
ബൾക്ക് ഡീൽസ്, ഇൻസൈഡ് ഡീൽസ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ കോർപ്പറേറ്റ് ആക്ഷൻ, റിസർച്ച് റിപ്പോർട്ടുകൾ, ഇതിനകത്തൊരു വോട്ടിംഗ് ഇത് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ ഡിവിഡൻസ് എന്നാണ് പേ ചെയ്തത്, നമുക്ക് കോർപ്പറേറ്റ് ഫയലിംഗ് നടത്തിയത് എന്നാണ്, ഏർണിങ്സ് കോൾസിന്റെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ആരൊക്കെയാണ് മാനേജ്മെന്റിൽ ആരൊക്കെയാണ് മെയിൻ ആൾക്കാർ, അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാണ്, ഏതൊക്കെ കമ്പനീസ് ആണ് ഓൺ ചെയ്യുന്നത്, ഏതൊക്കെ ബ്രാൻഡുകളാണ് ഓൺ ചെയ്യുന്നത്, കമ്പനിയുടെ ഹിസ്റ്ററി, കുറെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതൊരു നല്ലൊരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എടുക്കുക. നമുക്ക് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള ഇൻഫർമേഷൻസ് പല വെബ്സൈറ്റുകളിൽ നിന്ന് എടുക്കുക. നമുക്ക് ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ പറയുന്ന വെബ്സൈറ്റുകൾ പലരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ കണ്ടിട്ടുള്ളവർക്കുള്ള വേണ്ടിയിട്ടല്ല, കാണാത്തവർക്ക്, ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ബാക്കിയുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. എനിക്കും അതൊരു പുതിയ വെബ്സൈറ്റുകൾ മനസ്സിലാക്കാനും അതിനകത്ത് നിന്നുള്ള ഇൻഫർമേഷൻസ് എടുക്കാനും എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ കമന്റുകൾ ചെയ്യുക. ഈ വീഡിയോ ഇതിലെ ഏതെങ്കിലും വെബ്സൈറ്റുകളുടെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോർമേഷനിൽ കമന്റ്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഐ വിൽ ട്രൈ ടു മേക്ക് എ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും കമ്പനിയെ കുറിച്ചോ എന്തെങ്കിലും ഇൻഫർമേഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കൂ. താങ്ക് യു. ഇതിലെ പല വെബ്സൈറ്റുകളും വളരെ അധികം ഇൻഫർമേഷൻസ് തരുന്ന വെബ്സൈറ്റുകളാണ്. കുറേ വെബ്സൈറ്റുകളിൽ റിപ്പീറ്റീവ് ഇൻഫർമേഷൻ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ചില വെബ്സൈറ്റുകളിൽ ചില ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും, ചിലതിൽ ഗ്രാഫിക്കലായിട്ട് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ പല പല രീതിയിൽ. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എടുക്കുക. നമുക്ക് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.